ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ബേക്കറി സ്റ്റൈലിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ എങ്ങനെയാണ് ടീ കേക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ് ടീ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും നമുക്ക് എങ്ങനെയാണ് വരുത്തുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 എഗ് വൈറ്റ്സും എഗ് യോക്സും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് വേണ്ടത്. 1/4 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ വേണം. അപ്പോൾ അത് മസ്റ്റായിട്ട് വേണം കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണും വെച്ചിട്ട് വേണം കേട്ടോ. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് മെഷർമെൻറ്റ്സ് എല്ലാം. പിന്നെ വാനില എസെൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, കാരണം ഇത് വാനില ഫ്ലേവർ ഉള്ളതാണ്. പൈനാപ്പിൾ എസെൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചാൽ മതി. പിന്നെ പഞ്ചസാര നമ്മൾ ഫ്ലോർ എടുത്ത് അതേ ഒരു അളവിൽ തന്നെ എടുക്കുക. കുറച്ച് മധുരം മതി, അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചിട്ട് എടുക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സീവ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ മൈദ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്സ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. എളുപ്പത്തിൽ കഴിയണമെങ്കിൽ വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാര ഒന്ന് എടുത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഇപ്പോൾ പൊടിച്ചിട്ടില്ല. പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് മിക്സ് ആവും. ഇത് വളരെ ചെറിയ തരിയുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പഞ്ചസാര അതിൽ കിടന്ന് നല്ല പോലെ അരിഞ്ഞു കിട്ടും. ഈ ഒരു സമയത്ത് തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പതുക്കെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനതിൽ ഒഴിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലോണം നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ബീറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ബീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ ഈ പരിപാടികൾ കഴിഞ്ഞ് കിട്ടും. സാധാരണ നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഇതുപോലെ എഗ് യോക്സും എഗ് വൈറ്റ്സും സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ടെക്സ്ചർ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരുമ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് പാല് ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ പാലിൽ ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ ഒരു യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം പതുക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട കുത്തിപ്പോവും. അപ്പോൾ ഇതുപോലെ ഓരോ ബാച്ചാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ 1 ടേബിൾ സ്പൂണിൽ ഞാൻ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് യോക്സും ബാറ്ററും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ എഗ് വൈറ്റ്സ് ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കലാണ്. അപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് നമുക്ക് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കലാണ് എളുപ്പം കേട്ടോ. നമുക്ക് ഇതുപോലത്തെ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നേരം വേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്ലഫി ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വൈറ്റ് കളറിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് ബീറ്റ് ആക്കിയിട്ട് എടുക്കുക.
ഒരു 3-4 മിനിറ്റ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എഗ് യോക്സും ആ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചതിലേക്ക് ഈ ഒരു വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പതുക്കെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. സ്ലോവലി വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. വല്ലാണ്ട് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് കിട്ടൂല. അപ്പോൾ പതുക്കെ ഇട്ടിട്ട് ഇതേപോലെ വിസ്കോ അതല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. സ്ലോവലി ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ 3 ബാച്ചായിട്ടാണ് കേട്ടോ നമ്മുടെ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് മിക്സ് ആക്കി എടുത്തത്. ഇനി ഞാനൊരു 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലോഫ് പാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പാൻ ഉണ്ടെങ്കിൽ അതിലും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ജസ്റ്റ് ബട്ടർ പേപ്പർ ഒന്ന് ഓയിൽ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ഓവണിലും നിങ്ങൾക്ക് സെയിം ഇങ്ങനത്തെ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ബബിൾസൊക്കെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് മാറാത്തത് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇനി ഇതേപോലെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് ഏറ്റവും സിമ്മിലിട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എനിക്ക് 45 മിനിറ്റ്സ് ആണ് ഇത് ടോട്ടലി ബേക്ക് ചെയ്തിട്ടെടുക്കാനെടുത്ത ടൈം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ടിന്നിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ സൈഡിൽ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വിട്ടുപോരും. അപ്പോൾ ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് പൈനാപ്പിൾ എസെൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൈനാപ്പിൾ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ഒരു 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ലപോലെ പൊന്തിയിട്ട് നമ്മളുടെ നല്ല സോഫ്റ്റാണ് നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക. ചായക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഗീ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കണം. ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഗീ കേക്കും. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.